പിറവിക്കാലം 1 വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കൃപയും സത്യവും നിറഞ്ഞ ഈശോ. പഴയ നിയമത്തിൽ ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടി ഇപ്രകാരമായിരുന്നു. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പുറപ്പാട് 34:6. ഈ സ്നേഹവും വിശ്വസ്തതയും മാംസം രൂപം എടുത്തതാണ് ഈശോ. ഉടമ്പടി ജനം അവിശ്വസ്തത കാണിച്ചപ്പോഴും ദൈവം തന്റെ വാഗ്ദാനത്തിൽ വിശ്വസ്തനായിരുന്നു. അവസാനം സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് തന്റെ നിലയ്ക്കാത്ത സ്നേഹവും മാറ്റം വരാത്ത വിശ്വസ്തതയും അവിടുന്ന് പ്രകടമാക്കി. പഴയ നിയമത്തിന്റെ അപൂർണതകളെ മാറ്റി സ്ഥാപിക്കാനാണ് യേശു വന്നത്. കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ദേവാലയം സ്വന്തം ശരീരമാകുന്ന ദേവാലയമാക്കി മാറ്റി. ബാഹ്യമായി ആചരിക്കപ്പെട്ടിരുന്ന സാബത്ത് മനുഷ്യ ശുശ്രൂഷയ്ക്കായി മാറ്റി പൂർണ്ണമാക്കി. പുളിപ്പില്ലാത്ത അപ്പത്തെ സ്വന്തം ശരീരരക്തങ്ങളാക്കി മാറ്റി ജീവന്റെ അപ്പമാക്കി. അങ്ങനെ ഈശോയെ ദൈവിക ഉടമ്പടിയുടെ പൂർണ്ണതയായി ദൈവം മാറ്റി. സ്ലീഹന്മാരും ആദിമ ക്രൈസ്തവ സമൂഹവും ഈശോയുടെ യഥാർത്ഥ മഹത്വം തിരിച്ചറിഞ്ഞവരാണ്. അതിന് അവരെ യോഗ്യരാക്കിയത് പരിശുദ്ധാത്മാവിനോടുള്ള തുറവിയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. ദൈവപുത്രത്വവും അതിലധിഷ്ഠിതമായ സാഹോദര്യവും പ്രാവർത്തികമാക്കുന്ന കുടുംബമാകാനാണ് തിരുസഭ രൂപീകൃതമായത്. അത് ദൈവത്തിന്റെ കൃപാരഹസ്യമാണ്. എന്നാൽ ക്രൈസ്തവ ജീവിതം നയിക്കുന്ന സഭാംഗങ്ങളിൽ എത്ര പേർ ഈശോയെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്നുണ്ട്?